ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ദുബായിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ വിസിറ്റ് വിസയിലാണ്. അദ്ദേഹം ജോലി അന്വേഷണത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കാനായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കസിൻസോ ആരെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ജോലി അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇവിടെ ഒരു വിസിറ്റ് വിസയിലാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം ജോലി അന്വേഷിച്ചു. എല്ലാവരുടെയും ഇവിടെയുള്ള ദുബായിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പൊ ഈ സുഹൃത്ത് എന്നോട് അടുത്ത് വന്ന് ഇതുപോലെ ജോലി അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, ഈ ദുബായിൽ എത്ര കമ്പനികളുണ്ട്, വാട്ട് ഈസ് മൈ പ്രോബബിലിറ്റി ഫോർ ഗെറ്റിംഗ് എ ജോബ് ഹിയർ? അപ്പൊ ഞാൻ ആ ചോദ്യം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്. ദുബായിൽ എത്ര കമ്പനികളുണ്ട്? അപ്പൊ അതിനുശേഷം ഞാൻ ഇതൊന്ന് സെർച്ച് ചെയ്യായിരുന്നു. ദുബായിൽ എത്ര കമ്പനികളുണ്ട്, എന്താണ് ഒരു പ്രോബബിലിറ്റി ഫോർ ഗെറ്റിംഗ് എ ജോബ് ഓൺ എ വിസിറ്റ് വിസ ഹോൾഡർ ഹിയർ? അപ്പൊ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു ടിപ്സ് ആയിട്ട് നമ്മളൊരു മെഡിക്കനൈസേഷൻ എന്നുള്ള പേരിലാണ് ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത്. മെഡിക്കനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കാൻഡിഡേറ്റ്സിനെ മിടുക്കന്മാരും മിടുക്കികളായിട്ട് ജോലി കിട്ടാൻ പ്രാപ്തരായിട്ട് മാറ്റുന്ന ചില ടിപ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദുബായ് ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. അപ്പോൾ ദ സിറ്റി ഈസ് ഓൺ എ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് നൗ. സിറ്റി വലിയൊരു മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഇതിനകത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഒരു ഓയിൽ എക്കണോമി ആയിരുന്നു കുറേ വർഷങ്ങളായിട്ട്. ഈ ഇവിടുത്തെ ഉള്ള എല്ലാ ഗ്ലിറ്റേഴ്സും നമ്മൾ കാണുന്നത് ഈ ഓയിൽ എക്കണോമി കൊണ്ടാണ്. അപ്പൊ ഇപ്പോ ഈ ഓയിൽ എക്കണോമി ഒരു നോൺ ഓയിൽ എക്കണോമിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ UAE നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക് UAEയുടെ ഒരു 42% GDP വന്നിരുന്നത് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിൽ നിന്നായിരുന്നു. അപ്പൊ ഇപ്പോ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഡിപ്പെൻഡൻസി കുറയ്ക്കുകയും മറ്റുള്ള ഇൻഡസ്ട്രികൾ ഇവിടെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇവിടെ ധാരാളം പുതിയ ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നുണ്ട്. ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൂറിസം ഇവിടെ ധാരാളമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, ഏവിയേഷൻ ഗ്രോ ചെയ്യുന്നുണ്ട്, റീറ്റെയിൽ സെക്ടർ വരുന്നുണ്ട്, ഹെൽത്ത് കെയർ വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, IT മേഖലകൾ വരുന്നുണ്ട്, സെക്യൂരിറ്റി ഇതുകൾ വരുന്നുണ്ട്, ഇന്നോവേഷൻസ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളും ധാരാളം ഫ്ലറിഷ് ചെയ്യുന്നു. തീർച്ചയായിട്ടും കൺവെൻഷണൽ ആയിട്ടുള്ള മറ്റ് ഇൻഡസ്ട്രികൾക്കൊക്കെ അതിൻ്റെതായ ചാലഞ്ചസുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷന്റെ സ്റ്റേജിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഒരു ഗ്രോയിങ് ഇൻഡസ്ട്രിയുടെ ഭാഗമാകുകയാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും പുതിയ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിലും ഒരു ഗ്രോയിങ് ഇൻഡസ്ട്രിയുടെ ഭാഗമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഭാവിയും അതുപോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ ജോലി സാധ്യതകളും എപ്പോഴും ഹൈലി ഡിമാൻഡഡ് ആയിരിക്കും വരുന്നത്. ഇനി രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ, ദിസ് മാർക്കറ്റ് ഈസ് ചേഞ്ചിങ് ഫ്രം എ ലേബർ ഇന്റൻസീവ് മാർക്കറ്റ് ഇൻ ടു എ നോളജ് മാർക്കറ്റ്. ധാരാളം ആളുകൾ ജോലി ചെയ്തിരുന്ന ഒരു ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു നോളജ് എക്കണോമിയിലേക്ക് ശരിക്കും പറഞ്ഞത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രത്യേകം ആലോചിച്ച് നോക്കുക. കാരണം ഒരു 5 വർഷം മുമ്പ് ഒരു ഓർഗനൈസേഷനിൽ 100 എംപ്ലോയീസ് ചെയ്തിരുന്ന കാര്യം അതേ ടേൺ ഓവറും അതേ ടോപ്പ് ലൈനും ഇപ്പോൾ അതിന്റെ പകുതി എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. കാരണം ടെക്നോളജി ഇംപ്രൂവ് ചെയ്തു, ധാരാളം ഇന്നോവേഷൻസ് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രത്യേക മേഖലകളിലൊക്കെ നമുക്ക് സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ജോലി നഷ്ടപ്പെടുത്താനും അല്ലെങ്കിൽ ലോങ് റണ്ണിൽ ആ സെക്ടറുകളൊക്കെ ഇല്ലാതാകുന്നതിന് നമുക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് ജോലികൾ, അതുപോലെ തന്നെ കാഷ്യർ ജോലികൾ, ക്ലറിക്കൽ വർക്കുകൾ, ഡെസ്ക് ജോലികൾ, സെമി സ്കിൽഡ് ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള നല്ലൊരു ശതമാനം ജോലികൾ ഓവർ എ പീരീഡ് ഓഫ് ടൈമുകളൊക്കെ നഷ്ടപ്പെടാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട് വെൻ വി ആർ മൂവിങ് ഇൻ ടു എ നോളജ് എക്കണോമി. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫോർമേഷന്റെ സ്റ്റേജ് ആണ്, ദിസ് എക്കണോമി ഈസ് എൻകറേജിങ് ലോട്ട് ഓഫ് ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രീനർഷിപ്പ്. ഇത് പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു സൈഡിൽ നമുക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ ഇതിനൊക്കെ ഓഫ്സെറ്റ് ചെയ്യുന്നത് ആ മേഖലകളിൽ പുതിയ പുതിയ ഇന്നോവേഷൻസും അതുപോലെ തന്നെ എന്റർപ്രീനർഷിപ്പും ഇവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ എന്റർപ്രീനർഷിപ്പും ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനികളായിട്ട് വരുന്നു. പക്ഷേ ഗവൺമെന്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ എക്കണോമി ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്, ആൻഡ് ഹിയർ ദേ ഹാവ് എ ഗ്രേറ്റ് ഇക്കോസിസ്റ്റം ടു എൻകറേജ് ദിസ് എന്റർപ്രീനർഷിപ്പ്. ഈ എന്റർപ്രീനർഷിപ്പിനൊക്കെ എൻകറേജ് ചെയ്യുന്ന വലിയൊരു ഇക്കോസിസ്റ്റം തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇവരൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഓരോ സ്റ്റാർട്ടപ്പ് കമ്പനികളും വളരെ ഷോർട്ട് സ്പാനിലുള്ള ഒരു യൂണിക്കോൺ കമ്പനിയായിട്ട് വളരാനായിട്ടാണ്. യൂണിക്കോൺ കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് ഒരു $1 ബില്യൺ ടേൺ ഓവർ ഒക്കെ ഉള്ള യൂണിക്കോൺ കമ്പനികളായിട്ട് വളരാം. സ്വാഭാവികമായിട്ടും അതിന് വളർച്ചയിൽ ധാരാളം ജോലി സാധ്യത വരുന്നു, എക്കണോമിക് ഡെവലപ്പ് ആയി കിട്ടുന്നു, GDP വരുന്നു, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ലോട്ട് ഓഫ് ബെനിഫിറ്റ് ടു ദ സൊസൈറ്റി. അപ്പൊ ഈ 3 ട്രാൻസ്ഫോർമേഷനും ഈ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ദുബായിൽ നേരത്തെ ചോദിച്ച പോലെ തന്നെ എത്രയധികം കമ്പനികൾ ഇവിടെ ഉണ്ട്, നമുക്ക് എന്തൊക്കെയാണ് പ്രോബബിലിറ്റികൾ, എത്രയധികം കമ്പനികൾ പുതുതായിട്ട് വരുന്നുണ്ട്, ഏതൊക്കെ സെക്ടറിലാണ് ഈ കമ്പനികളൊക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ അറിയുന്നതിനായിട്ട് എന്റെ അന്വേഷണം ചെന്നെത്തിയത് ഇവിടെ ദുബായ് സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് ദുബായ് സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ. നമുക്ക് വെബ്സൈറ്റിൽ ഇതുവരെ പോയിട്ട് ഓൺലൈനായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ഗോട്ട് ഓൾ ദ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ. അതായത് ഈ ദുബായ് ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, എമിഗ്രേഷൻ, പോലീസ്, RTA, എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ്,
ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഡേറ്റകൾ അവർ കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം സമ്മറൈസ് ചെയ്തിട്ട് അവരൊരു പ്രോപ്പർ സ്റ്റാറ്റിസ്റ്റിക്സ് അവർ പബ്ലിഷ് ചെയ്യാണ്. ആൻഡ് ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഇവിടെ നമുക്ക് പോവുകയാണെങ്കിൽ ഈ ദുബായിൽ എത്ര കമ്പനികളുണ്ട്, ഓരോ മാസം എത്ര പുതുതായിട്ടുള്ള കമ്പനികൾ വരുന്നുണ്ട്, അത് ഏതൊക്കെ സെക്ടറുകളിലാണ്, എത്ര പേര് ഇവിടെ ജീവിക്കുന്നുണ്ട്, അതായത് പോപ്പുലേഷൻ എത്രയുണ്ട്, എത്ര പേര് മരിക്കുന്നുണ്ട്, എത്ര വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, ഡിവോഴ്സ് നടക്കുന്നുണ്ട്, ഇങ്ങനെ എൻറ്റയർ ആയിട്ടുള്ള ഈ എക്കണോമിന് സാധിച്ചുള്ള എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും നമുക്ക് ഇവിടെ കിട്ടുകയാണ്. അപ്പോൾ ഈ ജോലി അന്വേഷകരായിട്ട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയും, കാരണം ദാറ്റ് ഈസ് ഗിവിംഗ് ദ പ്രോബബിലിറ്റി. നമുക്ക് അതിന്റെ ഒരു നല്ല റോഡ് മാപ്പാണ് നമുക്ക് കിട്ടുന്നത്, എത്രയൊക്കെയാണ് ഇവിടെ നമ്മൾ സാധ്യതകളുള്ളത്. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദുബായിൽ ഇപ്പോൾ ഏകദേശം ഒരു 105,000, ഏകദേശം 1,50,000 കമ്പനികളാണ് ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികൾ, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള കമ്പനികൾ. ഇത് കൂടാതെ ഏകദേശം ഒരു 30,000 കമ്പനികൾ, 30,000 കമ്പനികൾ പ്രൊഫഷണൽ ലൈസൻസും ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 105,000 ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിലുള്ള കമ്പനികൾ, ഏകദേശം 30,000 പ്രൊഫഷണൽ ലൈസൻസ് ഉള്ള കമ്പനികൾ. ഇത് കൂടാതെ ദുബായിൽ ഏകദേശം ഒരു 23ഓടത്തോളം ഫ്രീ സോണുകളുണ്ട്. ഈ ഫ്രീ സോണുകൾ എന്ന് വെച്ചാൽ ഓരോ പ്രത്യേക ക്ലസ്റ്ററുകളാണ്, ഓരോ പ്രത്യേക ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പർപ്പസ് ബിൽഡ് ആയിട്ടുള്ള ഫ്രീ സോണുകളാണ്. അപ്പൊ ഫ്രീ സോണുകളിൽ 23 ഫ്രീ സോണുകളായിട്ട് നമുക്ക് ഏകദേശം ഒരു 40,000 കമ്പനികളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടുകയാണെങ്കിൽ വി ഗോട്ട് എ പൂൾ ഓഫ് 175,000 കമ്പനീസ് ആക്റ്റീവ് ഇൻ ദുബായ്. അപ്പോൾ 1,75,000 കമ്പനികളാണ് ദുബായിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും ആലോചിച്ച് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രോബബിലിറ്റി നമ്മൾ വരുന്നത്. അപ്പോ ഓരോ ജോലി അന്വേഷകരായിട്ട് വരുന്നവർക്ക് ആദ്യമേ അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഷുഡ് ഹാവ് എ സെൽഫ് കോൺഫിഡൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിവിടെ ഒരു വിസിക്ക് വരുന്നു 3 മാസം, ഒരു 90 days യു ആർ ഓൺ എ മിഷൻ, അല്ലെ? നമ്മളൊരു മിഷനിലാണ് വന്നിരിക്കുന്നത്. എവറി ഡേ കൗണ്ട്സ്. അപ്പൊ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നേണ്ട കാര്യം വെച്ചാൽ യു ഷുഡ് ബി കോൺഫിഡന്റ് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ എബിലിറ്റിയിലൊക്കെ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കാം. ഞാൻ ഈ കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, ഈ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ കംപ്ലീറ്റ് അറിയാം. ഈ എന്ത് കാര്യത്തെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് കൂടുക ചെയ്യുന്നത്. 2, നിങ്ങളെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. നമ്മളെ കുറിച്ച് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടിരിക്കുന്നത് ആളുകളൊക്കെ നമ്മുടെ ഇൻഎബിലിറ്റീസിനെ കുറിച്ച് വളരെയധികം കോൺഷ്യസ് ആയിരിക്കും. അപ്പൊ അതാണ് ശരിക്കും നമുക്ക് ടെൻഷനായിട്ട് വരുന്നത്. ഇപ്പോൾ ജോലി അന്വേഷകർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അവർ പറയുന്നു എനിക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, എനിക്ക് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തൊക്കെ നമുക്ക് ഇല്ലയോ അതൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണത്. പക്ഷെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. വാട്ട് വി ഹാവ് ടു ഓൾവേസ് ഫോക്കസ് ഓൺ അവർ എബിലിറ്റീസ്. നമ്മുടെ ഇന്നബിലിറ്റീസ് വെരിഫൈ ചെയ്യാനാണ് ഇന്റർവ്യൂവേഴ്സ് അവിടെ ഇരിക്കുന്നത്, അല്ലെ? നമ്മൾ ഒരു സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ നമുക്കില്ല എന്നുള്ളത് അവർ വെരിഫൈ ചെയ്തോട്ടെ. അതല്ല നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ആക്ച്വലി ഫോക്കസ് ഓൺ യുവർ എബിലിറ്റീസ്. നിങ്ങളുടെ എബിലിറ്റീസിലാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ക്വിക്കായിട്ട് ലേൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് സ്കില്ലുണ്ട്, ആൻഡ് യുവർ എക്സ്പീരിയൻസ് ഓഫ് കോഴ്സ്. ഇതെല്ലാം കൂടുമ്പോഴാണ്, ഇതൊക്കെയാണ് നിങ്ങളുടെ എബിലിറ്റീസ്. ആ രീതിയിലാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സും നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആയിരിക്കാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇവിടെ ഒരു 90 days വിസിറ്റ് വിസയിൽ വന്നിട്ട് നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ 2 സാധ്യതകളാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ഒന്ന്, ഈ 90 daysനുള്ളിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ പാസ്സാവുന്നു, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്, ഓക്കെ, ഗുഡ് ന്യൂസ്. ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ജോലി കിട്ടാതിരുന്നാലും നിങ്ങൾ അതിനെക്കുറിച്ച് വെറി ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ വീണ്ടും സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് വേണമെങ്കിൽ അടുത്തൊരു വിസിക്ക് വരാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം, ദുബായില് 2018 18 മില്യൺ ആളുകളാണ് ദുബായ് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നത്. നോക്കുക, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ട് ഈ ദുബായ് ഒന്ന് കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി 18 മില്യൺ ആളുകളാണ് വന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് 3 മാസം ഇവിടെ ദുബായ് വിസിറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയിരിക്കുകയാണ്. സോ യു ഷുഡ് എൻജോയ് ദിസ് 3 months ആക്ച്വലി ദുബായ് ലൈഫ്. നിങ്ങൾ നല്ലൊരു ടൂറിസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യാം. അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ ഇവിടെ വിസിക്ക് വന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി മാക്സിമം ശ്രമിക്കുക വിത്ത് ഫുൾ കോൺഫിഡൻസ്. നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ്. ആക്ച്വലി യു അച്ചീവ് യുവർ ടാർഗറ്റ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ തന്നെയും നിങ്ങൾ ഈ 3 മാസം ഇവിടെ ഒരു നല്ല ടൂറിസ്റ്റിനെ പോലെ ദുബായുടെ ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റും. അത് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയായിരിക്കണം നിങ്ങൾ ശരിക്കും ഇവിടെ ദുബായിലെ ജോലി അന്വേഷണത്തിന് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത്. ഇനി അടുത്ത പോയിന്റ് നമ്മളോട് പറയാൻ നോക്കുന്നത്, പലപ്പോഴും നമ്മൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്നുണ്ടോ, ഞാൻ ജോലി കുറേയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ റെസ്പോൺസ് ഒന്നും വരുന്നില്ല, ഇന്റർവ്യൂ കോൾസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾ എത്ര CV ഒക്കെ അയച്ചു, അല്ലെങ്കിൽ എത്ര റെസ്യൂമി ഒക്കെ നിങ്ങൾ അയച്ചു? ഞാൻ കുറെ റെസ്യൂമി ഒക്കെ അയച്ചു. ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 100 അയച്ചു, 200 അയച്ചു, ഞാൻ ഏകദേശം ഒരു 200-300 ഒക്കെ നമ്മൾ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ജസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഒരു 4 സ്റ്റേജുകളിലൂടെയാണ് മിനിമം കടന്നു പോകേണ്ടത്. 4 സ്റ്റേജ് ഉണ്ട്.
ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ CV അയക്കുന്ന ഒരു സ്റ്റേജാണ്. നമ്മൾ CV പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഒന്നെങ്കിൽ അഡ്വർടൈസ്മെന്റ് വരുന്ന കമ്പനികൾക്ക് നമ്മൾ അയക്കുന്നു, ഇല്ലെങ്കിൽ കോളിംഗ് നമ്മൾ റാൻഡം ആയിട്ട് നമ്മൾ അയക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ CV അയക്കുന്ന ഒരു സ്റ്റേജാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന CVകളിൽ ഇതുപോലെ 1000 അല്ലെങ്കിൽ 100 CVകൾ അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അവർ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ദേ ആർ ഗെറ്റിംഗ് എ ഫീഡ്ബാക്ക് ടു അസ്. അവർ നമ്മളെ ഒന്നെങ്കിൽ ഒരു ഫോൺ വിളിച്ച് നമ്മൾ അറിയിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ വിളിക്കുന്നു. ദാറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റേജ്. ഇനി നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുകയാണെങ്കിൽ തന്നെയല്ലോ നമുക്ക് പറയാൻ പറ്റും അവിടെ നമ്മളെ പോലെ തന്നെ മേ ബി ആക്ച്വലി കപ്പിൾ ഓഫ് ഡസൻ പീപ്പിൾ ദേ മസ്റ്റ് ഹാവ് കോൾ ഫോർ ദ ഇന്റർവ്യൂ അല്ലെ. 2-3 ഡസൻ അല്ലെങ്കിൽ 20-30 ആളുകളെ ചിലപ്പോൾ അവർ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഇന്റർവ്യൂവിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ഇന്റർവ്യൂവിൽ നിന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ്, ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റേജ്. ഇനി ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂ, ഒരു ഫൈനൽ ഇന്റർവ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാലറി നെഗോസിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈനൽ നമുക്കൊരു ജോലി കൺഫർമേഷൻ കിട്ടുന്ന സ്റ്റേജ്. അപ്പോൾ ഈ 4 സ്റ്റേജുകളാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മൾ ആദ്യം CV അയക്കുന്ന സ്റ്റേജ്, രണ്ടാമത് ആ CVയിൽ നിന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ കിട്ടുന്ന സ്റ്റേജ്. മൂന്നാമത് നമ്മൾ പറയുന്നത് നമ്മൾ ആ ഇന്റർവ്യൂ പെർഫോം ചെയ്യുന്നു, ആ ഇന്റർവ്യൂവിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് ആണ് നമ്മൾ പറയുന്നു ആ ഇന്റർവ്യൂവിൽ നമ്മൾ ഫൈനലായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ട് യു ആർ ഗെറ്റിംഗ് എ ജോബ് ഓഫർ ഇൻ യുവർ ഹാൻഡ്, അല്ലെങ്കിൽ എ ജോബ് കൺഫർമേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കൺവെൻഷണൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഓരോ സ്റ്റേജിനും അതിന്റെ ഒരു പ്രൊബബിലിറ്റി, കൺവെൻഷൻ പ്രൊബബിലിറ്റി എന്ന് പറയുന്നത് വെറും 10% മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ ഫോർത്ത് സ്റ്റേജ് അല്ലെ. നിങ്ങൾ ഇന്നൊരു ജോലി കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എത്ര ഇന്റർവ്യൂകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം? 10 ഇന്റർവ്യൂകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം അല്ലെ. ഈ 10 ഇന്റർവ്യൂകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണമെങ്കിൽ എത്ര ഫീഡ്ബാക്സ് അല്ലെങ്കിൽ എത്ര ഇന്റർവ്യൂ കോളുകൾ നിങ്ങൾക്ക് കിട്ടണം? 100 ഇന്റർവ്യൂ കോളുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. കാരണം 10% കൺവേർഷൻ. ഇനി 100 ഇന്റർവ്യൂ കോളുകൾ നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര CVകൾ നിങ്ങൾ അയക്കണം? 100 × 10. ദാറ്റ് മീൻസ് മിനിമം നിങ്ങൾ ഒരു 1000 CVs എങ്കിലും നിങ്ങൾ ഷൂട്ട് ഔട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു 1000 CVs നിങ്ങൾ അയക്കുമ്പോൾ അതിൽ നിന്ന് ഒരു 100 ഇന്റർവ്യൂ കോൾ കിട്ടുന്നു, അതിൽ നിന്ന് ഒരു 10 ഇന്റർവ്യൂകളിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു ഫൈനൽ ജോലിയിലേക്ക് നിങ്ങൾ എത്താനായിട്ട് പറ്റുന്നു. അപ്പൊ ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പോൾ 1000 CV അയക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക്. ഇത് എപ്പോൾ നിങ്ങൾ അയക്കണം നോക്കുക. നിങ്ങൾക്ക് ഇവിടെ വരുന്നത് 3 മാസത്തിന്റെ ഒരു പീരീഡിലാണ് വരുന്നത്. അപ്പൊ ഈ 3 മാസത്തിന് നിങ്ങൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് മന്തിനുള്ളിൽ യു ഷുഡ് സെൻഡ് ഔട്ട് ഓൾ യുവർ CVs. നിങ്ങളുടെ CVകളെല്ലാം നിങ്ങൾ അയച്ചു തീർത്തിരിക്കണം. അപ്പോൾ ഈ ഒരു മാസം സമയം കൊണ്ട് നിങ്ങൾ 1000 CVs അയക്കണം. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എത്ര CV അയക്കണം? 1000 / 30 എന്ന് വെച്ചാൽ എവറി ഡേ നിങ്ങൾ ഒരു 35 CVകളെങ്കിലും വെച്ച് അയച്ചാൽ മാത്രമാണ് കറക്റ്റ് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് മിനിമം പറയാൻ പറ്റും there is a probability that I will get actually one job. അപ്പൊ ഈ ഒരു പ്രോബിലിറ്റി നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാൻ ടൈം ഈസ് ആക്ച്വലി ലൈക്ക് റണ്ണിങ് ഫാസ്റ്റ്. ഇവിടെ എപ്പോഴും ഞങ്ങൾ ആലോചിക്കുന്നത് വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് ടൈമിൽ എഫക്റ്റീവ് ആയിട്ടൊരു റോഡ് മാപ്പ് നമ്മൾ ഉണ്ടാവണം. അപ്പൊ ഇതിനാണ് ഞാൻ ഈ പറഞ്ഞത് 4 സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഓരോ സ്റ്റേജിന്റെ പ്രോബിലിറ്റി 10% ആണ്. അപ്പൊ ഈ പ്രോബിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ മിനിമം നമ്മൾ 1000 CVs എത്തണം. അതിനുവേണ്ടി പെർ ഡേ നമുക്ക് 35 CVs എങ്കിലും അയക്കേണ്ടി വരും. ഇനി ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ മാഷെ ഈ 35 CV അയക്കാനായിട്ട് ഞാൻ ആർക്കൊക്കെ അയക്കും 35 CV? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. 35 CV ഒരു ദിവസം നമുക്ക് അയക്കാൻ പറ്റും, പക്ഷെ എല്ലാ ദിവസവും എങ്ങനെ നമുക്ക് അയക്കാൻ പറ്റാം? അതിനാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കാം. ഓക്കെ, അത് കഴിയുന്നതും നിങ്ങൾ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പർ വായിക്കാം. ഞാൻ പറയാൻ കാരണം വെച്ചാൽ അഡ്വർടൈസ്മെന്റുകൾ കൂടുതൽ വരുന്നത് ഫിസിക്കൽ ന്യൂസ് പേപ്പറിലാണ്, ഓൺലൈൻ ന്യൂസ് പേപ്പറേക്കാൾ കൂടുതൽ. അപ്പൊ ഈ ഫിസിക്കൽ ന്യൂസ് പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1-2 ന്യൂസ് പേപ്പറുകളൊക്കെ വായിക്കുക. അല്ലെങ്കിൽ ദുബായ് പബ്ലിക് ലൈബ്രറിയിലേക്ക് പോകുക, അവിടെയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് എ കളക്ഷൻ ഓഫ് ആക്ച്വലി ന്യൂസ് പേപ്പേഴ്സ്. എല്ലാ ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് പേജിൽ നോക്കുകയാണെങ്കിൽ 90% ഫസ്റ്റ് പേജിൽ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാം. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, അഡ്വർടൈസ്മെന്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു അപ്ലൈ ഫോർ എ ജോബ്. നിങ്ങൾക്ക് ഒരു ജോലി അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എവറി അഡ്വർടൈസ്മെന്റ് ഈസ് ഗിവിംഗ്. കാരണം ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സാധ്യതകളാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നിരുന്നത്. ഒന്നെങ്കിൽ ഒരു കമ്പനി അവരുടെ പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ലോഞ്ച് ചെയ്യുന്നു. 2, അവരുടെ ആ കമ്പനി തന്നെ അവരുടെ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് കാര്യങ്ങൾ അവർ എക്സ്പാൻഡ് ചെയ്യുന്നു, പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു പ്രോഡക്റ്റുകളൊക്കെ അവർ കൂടുതലായിട്ട് വരുന്നു. 3ാമത് ഏതെങ്കിലും അവർ പ്രൊമോഷൻ നടത്തുന്നു. ഈ 3 സ്റ്റേജിലും ഇറ്റ് ഷോസ് ആക്ച്വലി ദ ഗ്രോത്ത് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ എ സർവീസ്. ആ പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ കമ്പനിയുടെ ഒരു ഗ്രോത്ത് ആണ് നമ്മൾ കാണിക്കുന്നത്. എവിടെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടോ അവിടെ നമുക്കൊരു ജോലിക്ക് ഒരു സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ പരസ്യങ്ങൾ കാണുന്ന സമയത്ത് ഫസ്റ്റ് പേജ് എടുക്കുക, അതിനകത്തുള്ള ഏത് പരസ്യമാണെന്ന് നോക്കുക. അത് ചിലപ്പോൾ ഒരു ടൊയോട്ട കാറിന്റെ ആയിരിക്കും. അങ്ങനെ വേഗം തന്നെ നിങ്ങൾ നോക്കുക ആരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടൊയോട്ടയുടെ ഡീലർ ഉണ്ട്, വേഗം നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോകുക, അവരുടെ കരിയർ കോളത്തിൽ പോവുക. നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഇത് വായിച്ച് നോക്കുക, എന്താണ് കരിയർ കോളത്തിൽ പോയിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ ആ ന്യൂസ് പേപ്പറിലൂടെ നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 20 to 25 നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റുകൾ അവിടെ കാണാൻ പറ്റും. ചെറുതും വലുതുമായിട്ടുള്ള ഡിഫറെന്റ് സെക്ടേഴ്സ് ആയിട്ടുള്ളതെല്ലാം നിങ്ങൾ ഫുൾ പേജുകളിലായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അത് തന്നെ നിങ്ങൾക്കൊരു 20-25 CVകൾ നിങ്ങൾക്ക് അവരുടെ റെസ്പെക്റ്റീവ് വെബ്സൈറ്റുകളിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമതൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ഫ്രീ സോണുകളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒരാളാണ് ഇവിടെ വരുന്നത്, അവർ ജോലി അന്വേഷിക്കാണെന്നിരിക്കാം.
അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ ദുബായ് ഹെൽത്ത് കെയർ സിറ്റി എന്ന് പറഞ്ഞ ഒരു ഫ്രീ സോൺ ഉണ്ട്. അപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസ് അവിടെ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം, ഈ ദുബായ് ഹെൽത്ത് കെയർ സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെയുള്ള പാർട്ണർ കമ്പനീസിന് നമുക്ക് അറിയാൻ പറ്റും. ഒന്നെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ പാർട്ണർ കമ്പനികൾ ഓരോന്നും എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നിട്ട് റൂമിൽ ഇരുന്നിട്ട് ഓരോ വെബ്സൈറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കുക. അതിന്റെ വെബ്സൈറ്റിൽ എന്താണ് അവർ ചെയ്യണമെന്നുള്ളത് ആലോചിക്കുക. അതിന്റെ കരിയറിൽ പോയി നോക്കുക. ചിലപ്പോൾ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് വേക്കൻസി അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ CV ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് വേ യു ക്യാൻ കംപ്ലീറ്റ് അനദർ 20 or 25 CVs ആക്ച്വലി ഫ്രം ദിസ് ഡിഫറെന്റ് വെബ്സൈറ്റ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ന്യൂസ് പേപ്പറിലെ അഡ്വർടൈസ്മെന്റ് കറണ്ട് ആയിട്ടുള്ള റാൻഡം ഏരിയകൾ നിങ്ങൾക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഫ്രീ സോണുകൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 30-35 നിങ്ങൾക്ക് അഡ്രസ്സുകൾ നിങ്ങൾക്ക് ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കളക്റ്റീവായിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. വൈകിട്ടുകളിൽ നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടാവും, നിങ്ങളുടെ കസിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങൾ ഷോപ്പിംഗ് മോളിൽ പോകുന്നുണ്ടാവും. ഇപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഷോപ്പിംഗ് മോളുകൾ പോകുന്നത്. പക്ഷേ ദുബായിൽ വന്നിട്ട് നമ്മൾ ഷോപ്പിംഗ് മോളിൽ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആലോചിച്ച് നോക്കുക, യു ആർ എ ജോബ് ഹണ്ടർ ഹിയർ. അപ്പൊ ഷോപ്പിംഗ് മോളിനെ ഒരു ഡിഫറെന്റ് രീതിയിലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളൊരു ഷോപ്പ് കാണുമ്പോൾ ആ ഷോപ്പിന്റെ ഒരു ടൈറ്റിൽ നെയിം ഉണ്ട്. അത് കൂടാതെ അതിന്റെ ഗ്ലാസ്സിൽ എവിടെയെങ്കിലും ആ ഷോപ്പിന്റെ ലൈസൻസിയുടെ പേര് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളത് നോക്കുക, ആരാണ് ഇതിന്റെ ലൈസൻസി, ഒരു ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അവരുടെ പേര് നിങ്ങൾ ക്യാമറയിൽ എടുക്കുക. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വാട്സപ്പിലുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. വേഗം റൂമിൽ വന്നിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കുക. അപ്പൊ ഇപ്പൊ ലാൻഡ് മാർക്ക് എന്നൊരു കമ്പനി ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടാവും. അപ്പൊ വേഗം അവരുടെ വെബ്സൈറ്റിൽ പോകുക. അവരൊക്കെ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വരുന്നത്. വേഗം നിങ്ങൾക്ക് അവിടെ CV അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ഷോപ്പിംഗ് മോളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു 200 ഷോപ്പുകൾ കാണുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 200 ഷോപ്പിൽ ചിലപ്പോൾ 20-30 ഷോപ്പുകളൊക്കെ ചിലപ്പോൾ ഒരു കമ്പനിയുടെ ആയിരിക്കാം. പക്ഷെ ജനറൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും, റീറ്റെയിൽ മേഖലയിൽ നിങ്ങളൊരു ഷോപ്പിംഗ് മോളിൽ പോകുമ്പോൾ മിനിമം ഒരു 100 കമ്പനിയിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. വൈകിട്ട് നിങ്ങൾ മെട്രോന് പോവുക അല്ലെങ്കിൽ ബസ്സിന് പോവുക. അപ്പോൾ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. വലിയ വലിയ ബിൽഡിങ്ങുകൾ, വലിയ വലിയ കമ്പനികളുടെ ലോഗോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ 3 മാസം ദുബായിൽ താമസിക്കുമ്പോൾ നിങ്ങൾ ഈ ദുബായിനെ കാണുന്നത് ഒരു ഡിഫറെന്റ് ആംഗിളിലാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പൊ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് ജോലി അന്വേഷണത്തിന് സാധ്യമാകുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറ്റുമ്പോഴാണ് നിങ്ങളുടെ സക്സസ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യാണ്. ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ദുബായിൽ നിങ്ങൾ ജോലി അന്വേഷിച്ച് വരുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സിറ്റി ഈസ് ഗോയിങ് ത്രൂ എ ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷനിൽ 3 സ്റ്റേജുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ സിറ്റിയെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം ഓരോ കാര്യത്തെക്കുറിച്ചുള്ള നല്ലൊരു അറിവുകളാണ് തീർച്ചയായിട്ടും അവിടെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടാനായിട്ട് സഹായിക്കുന്നത്. അതിന് ദുബായ് സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്ററിൽ നിങ്ങൾ വെബ്സൈറ്റിൽ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ധാരാളം ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കുക. നിങ്ങൾ 2 സാധ്യതകളും പോസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾ അതിന് വേണ്ടി യൂസ് ചെയ്യുക. നാലാമത്തെ ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ടൈം ഈസ് യുവർ മണി. ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ഈ 3 മാസ സമയത്ത് നിങ്ങൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ മാസം തന്നെ നിങ്ങൾ 1000ഓളം CV അല്ലെങ്കിൽ റെസ്യൂമി അയക്കാനുള്ള ഒരു വലിയ ഹെർക്കൂലിയൻ ടാസ്കിലേക്ക് നിങ്ങൾ എത്തുകയാണ്. എങ്ങനെയാണ് അതിന്റെ അഡ്രസ്സുകളൊക്കെ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ ഈ CVകളൊക്കെ അയക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നോക്കുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാം. ഇതിന് ശേഷമുള്ള മറ്റു ടിപ്സുകളും കൂടി നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്.